ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ നവ്യയുടെ ശരിക്കും സത്യസന്ധത കനകയും അതുപോലെ തന്നെ ഗോവിന്ദനും നന്ദും ഒക്കെ തിരിച്ചറിയാട്ടോ. അവർക്കിലേക്ക് ഭയങ്കര സന്തോഷമാവാണ് നവ്യനെ ചേർത്ത് പിടിക്കാൻ എല്ലാവരും. പിന്നെ നവ്യയുടെ കുഞ്ഞെ കണ്ട് കുറേ നാളായാലും അതിന്റെ സന്തോഷം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. നന്ദു ആണെങ്കിൽ ആ സന്തോഷത്തിൽ വേഗം റൂമിലേക്ക് പോയിട്ട് അനീനെ വിളിക്കുകയാണ്. അനി പറയണ്ട്, എന്താ നവ്യേച്ചി അവിടെ എത്തിയോ? ആഹാ, അപ്പൊ നിനക്കെല്ലാം അറിയായിരുന്നല്ലേ എന്ന് നന്ദു ചോദിക്കുമ്പോ പിന്നെ അറിയായിരുന്നു. പിന്നെ നീ എന്താ പറയാതിരുന്നത്? അതോ ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ മുഖത്തൊരു സന്തോഷം ഉണ്ടല്ലോ, ഒരു സർപ്രൈസ്, അതിനു വേണ്ടിയാ പറയാതിരുന്നത്. ഞാൻ ഈ കാര്യം അറിഞ്ഞത് ഇന്നലെയാണ്. അപ്പോഴാണ് നമ്മുടെ നയനേച്ചിയും അതുപോലെ തന്നെ നയനെടുത്തിയും അതുപോലെ തന്നെ ആദർശേട്ടനും കൂടി ഈ ഒരു സർപ്രൈസ് അവിടെ തരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞാനായിട്ട് ആ സർപ്രൈസ് പൊട്ടിക്കണ്ടെന്ന് കരുതി. കൊള്ളാം എന്തായാലും. അല്ല, അവിടുത്തെ ബാക്കി എല്ലാവർക്കും അറിയാവോ നവ്യേച്ചി മാറിയ കാര്യം? ബാക്കിയെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. നമ്മുടെ ജലജപ്പച്ചിക്കും അവന്തികക്കും അഭിക്കൊഴിച്ച് അത് ചെയ്താലും നന്നായി എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവിടേക്ക് നവ്യ നയനയും കൂടി വരും കേട്ടോ. അവർ നോക്കുമ്പോൾ നന്ദുവേട്ട പെട്ടെന്ന് കോള് കട്ടയാണ്. ആരാടിന്ന് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോഴേക്കും അതെന്റെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ഫ്രണ്ടാണെന്നൊക്കെ പറയുമ്പോഴേക്കും നവ്യ വേഗം തന്നെ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിക്കാണ്. നമ്പർ നോക്കുമ്പോൾ ഒരു സംശയം തോന്നുന്നുണ്ട്. നയന ആ നമ്പർ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇത് അനിയുടെ നമ്പർ ആണല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും നന്ദു ആകെ ഷോക്കായി പോവാണ്. നവ്യ അത്രയും ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീർന്നു കേട്ടോ. അപ്പൊ നാളെ കാണിക്കുമ്പോൾ നവ്യ പറയണ്ടോ, ഓഹോ അപ്പോ ഇവിടുത്തെ സംഭവങ്ങൾ മിനിറ്റിനെ നീ അവിടെ അറിയിക്കുന്നുണ്ടല്ലേ? അപ്പൊ നയനെ, നമ്മുടെ സംശയം വെറുതെ ആയില്ല. എനിക്ക് സംശയമൊന്നല്ല ചേച്ചി, ഉറപ്പായിരുന്നു ഇവളും അനിയും തമ്മിൽ ഇപ്പോഴും നല്ല കോണ്ടാക്ട് ഉണ്ട്. പക്ഷെ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. സത്യം പറ, കഴിഞ്ഞ ദിവസം നിങ്ങൾ ട്രിപ്പ് പോയെന്ന് പറഞ്ഞല്ലോ, അന്ന് നീയും അനിയും മാത്രമാണോ പോയത്? എല്ലാം നയനേച്ചി, അന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. നവീനേട്ടൻ ഉണ്ടായിരുന്നു. നവീനേട്ടൻ അത് പറഞ്ഞതാണല്ലോ. പറഞ്ഞതാണ്, പക്ഷെ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് കുറച്ച് സംശയമൊക്കെ ഉണ്ട് എന്ന് പറയണം. നവ്യ ചോദിക്കണ്ടല്ല, എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ട് അനന്തപുരിയിൽ, അറിയാലോ, അവന്തിക. പിന്നെ നിന്റെ വിവാഹവും ഏകദേശം ഉറപ്പിച്ചു നവീനായിട്ട്. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇത് എന്തുദ്ദേശിച്ചിട്ടാ എന്ന് നവ്യ ചോദിക്കുകയാണ്. നയനെ പറയണ്ട, അതെ അതാണ് എനിക്കും ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇത് എന്തുദ്ദേശിച്ചിട്ടാണ്? കുടുംബക്കാർ ഒന്നും നിങ്ങളെ സപ്പോർട്ടിങ് അല്ല. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നന്ദുടെ കണ്ണ് നിറയാണ്. ചേച്ചി, എനിക്ക് നവീനേട്ടനെ വിവാഹം കഴിക്കാൻ പറ്റില്ല, എനിക്ക് അനിയേട്ടനെ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ പൊട്ടിച്ചിരിക്കുകയാണ് നവ്യയും നയനയും. എടി, നിന്റെ വായുന്നത് കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞത്. നോക്ക്, നിന്റെ രണ്ട് ചേച്ചിമാരും കൂടി നിനക്ക് വാക്ക് തരാണ്, നിന്നെ മനിനെ ഒന്നിപ്പിച്ചേ പറ്റൂ. നവ്യേച്ചി അതിനു വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. എന്ത്? നവ്യ പറയണ്ട്, അത് വേറൊന്നുമല്ല, ഞാൻ നവീന് 2 ദിവസം മുമ്പ് കണ്ടിരുന്നു. എന്നിട്ട് നീയും അനിയും തമ്മിൽ റിലേഷനിലാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അത് കേട്ടിട്ടെങ്കിലും അവൻ ഒഴിഞ്ഞു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് നവീനൊന്നും പറഞ്ഞില്ലേ? അവൻ പറഞ്ഞു അവൻ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി. അവന്റെ അമ്മയും ആൾക്കാരൊക്കെ ഇപ്പൊ നിന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടിങ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിനിപ്പോ പിന്മാറാൻ സാധിക്കില്ല. പെൺകുട്ടികളാകുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ താല്പര്യമൊക്കെ മറ്റുള്ളതൊക്കെ തോന്നുന്നത് സർവ്വസാധാരണയാണ്. പക്ഷെ വിവാഹം കഴിയുമ്പോഴേക്കും എല്ലാം ശരിയായിക്കോളും, അത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് നവീൻ പറഞ്ഞത്. ഈശ്വര, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായല്ലേ? പിന്നെ അല്ലാതെ ഇനിയിപ്പോ എന്താ ചേച്ചി ചെയ്യാൻ പറ്റുക? എനിക്ക് നവീനേട്ടനെ ഒരിക്കലും വിവാഹം കഴിക്കാൻ പറ്റില്ല. അത് കേട്ട് നയനെ പറയണ്ട്, അനിയ അങ്ങനെ തന്നെയാ പറയണത്, അവന്തികനെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന്. നവ്യ പറയണ്ട്, അവന്തിക, അവൾക്കും അതേ സ്വഭാവം തന്നെയാണ്, ആ അബിയുടെ സ്വഭാവം. അവൾക്ക് വലിയ മാറ്റമൊന്നും ഇല്ല നയനെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ. അതിപ്പോ എനിക്കും തോന്നുന്നുണ്ട് എന്ന് നയനയും പറയണ്ട്. അതിനുശേഷം നവ്യ നയനും കൂടി നന്ദുവിനെ വാക്ക് കൊടുക്കണം, എന്തൊക്കെ സംഭവിച്ചാലും ശരി അനിയുടെയും നിന്റെയും വിവാഹം ഞങ്ങൾ രണ്ട് ചേച്ചിമാരും കൂടി നടത്തി തരുമെന്ന് വാക്ക് കൊടുക്കാണ്. അപ്പൊ നന്ദു പറയണ്ട, അതൊക്കെ നടക്കോ? ഇവിടെ അച്ഛനും അമ്മയൊന്നും സമ്മതിക്കില്ല. അതൊക്കെ ഞങ്ങൾ സമ്മതിപ്പിച്ചോളാം. നിന്റെ ചേച്ചിയല്ലേ പറഞ്ഞത്? അഥവാ അച്ഛനും അമ്മയും സമ്മതിച്ചില്ലെങ്കിൽ രണ്ടുപേരുടെ രജിസ്റ്റർ വിവാഹം ഞങ്ങൾ നടത്തി തരും. എന്താ നയനെ? അതത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ മാത്രമല്ല, ആദർശേട്ടൻ നിന്റെ കൂടെയാണ്. പിന്നെ ആദർശേട്ടന്റെ അമ്മയും നിന്റെ കൂടെയാണ് കേട്ടോ. ആദർശേട്ടന്റെ അമ്മയും നീയും അതുപോലെ തന്നെ അനിയെ ഒന്നിക്കാനാണ് ആഗ്രഹം. ആദർശേട്ടന്റെ അച്ഛനും അതെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും പേര് നിന്റെ വിവാഹത്തിനുണ്ടാവും. എന്താ അതുപോലെ? അച്ഛനും അമ്മേനെയൊക്കെ നമുക്ക് പതുക്കെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് പറയണം. നവ്യ പറയണ്ടേ, എന്തൊക്കെ സംഭവിച്ചാലും ശരി അനന്തപുരിയുടെ മരുമകളായിട്ട്, മൂന്നാമത്തെ മരുമകളായിട്ട് നീ തന്നെ ആ കുടുംബത്തിൽ വരണം. നമുക്ക് 3 പേർക്കും കൂടി അവിടെ അടിച്ചു പൊളിക്കാന്നേ. പിന്നെ അവിടെ കുറച്ച് ശുദ്ധികലശമൊക്കെ ചെയ്യാനുണ്ട്, അറിയാലോ. കുറെ പേരുണ്ട് അവിടെ, അജലജ, അവന്തിക, അബി, പിന്നെ ചെറിയ കള്ളത്തരങ്ങളൊക്കെ നമ്മുടെ അജയനും അതുപോലെ തന്നെ ജാനകി ചെറിയമ്മക്കും ഉണ്ടോന്ന് പോലും സംശയമുണ്ട് എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന നന്ദു പറയണ്ട്, അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നയനേച്ചി, അത് ഞാൻ ആ തറവാട്ടിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും കുത്തിപ്പൊക്കിക്കോളാം എന്ന് പറയാണ്. നവ്യ ചോദിക്കണ്ട്, നയനെ, നീ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ആ ജാനകി അപ്പ ചെറിയമ്മേനും അതുപോലെ തന്നെ അജയൻ ചെറിയച്ഛനും സംശയം ഉണ്ടെന്ന്, അതെന്താ നീ അങ്ങനെ പറയണത്? ചേച്ചി, നമ്മൾ കാണുന്ന പോലെയൊന്നുമല്ല കാഴ്ചകൾ, പിന്നെ നമ്മൾ കേട്ടറിവ് പോലെയല്ല കഥകളും.
എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ നാഗേന്ദ്രന്റെ ഭാഗത്ത് കുറേ ന്യായങ്ങളും കുറേ സത്യസന്ധതകളൊക്കെ ഉണ്ടായിരുന്നു. അത് മുതലെടുക്കായിരുന്നു ജാനകിയും അതുപോലെ അജയനും പിന്നെ അതും ജലജ അപ്പച്ചിയും. ഇവര് മൂന്ന് പേരും കൂടി ചേർന്ന് ഈ നാഗേന്ദ്രനെ ചതിച്ചതാണോ എന്ന് എനിക്കും ആദർശിച്ചിട്ട് നല്ല സംശയമുണ്ട്. സംശയമല്ല, അതാണ് സത്യം. പക്ഷെ അതിന്റെ പിന്നാമ്പുറത്തെ കഥകൾ കുറച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ, ബാക്കിയൊന്നും കേട്ടിട്ടില്ല. എല്ലാം കൂടി ഒത്തു നോക്കുകയാണെങ്കിൽ മിക്കവാറും നമുക്ക് അനുകൂലമായിട്ടായിരിക്കും കാര്യങ്ങൾ നടക്കാം. പക്ഷേ ഈ നാഗേന്ദ്രൻ ഇപ്പൊ മൂർത്തി ജ്വല്ലറിക്കെതിരായിട്ട് പലതും ചെയ്യുന്നുണ്ടല്ലോ നയനെ എന്ന് നവ്യ പറയുമ്പോൾ അതെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അത് അദ്ദേഹത്തിന് അത്രമാത്രം മുറിവ് ഏൽപ്പിച്ചിട്ടുണ്ട് അനന്തപുരിക്കാര്. അപ്പൊ അത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. അതിന്റെ ഒരു ദേഷ്യമോ വാശിയാണ് നാഗേന്ദ്രൻ ഇപ്പൊ കാണിക്കണത്. അതെന്തെങ്കിലൊക്കെ ആവട്ടെ, നമുക്ക് ഇപ്പൊ നമ്മുടെ കാര്യം നോക്കാം. ഇപ്പൊ നമ്മൾ മൂന്ന് സഹോദരിമാരും കൂടി ഒന്നിച്ചിരിക്കുകയാണ്, നമുക്ക് അടിച്ചു പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മൂന്ന് പേരും കൂടി അടിച്ചു പൊളിക്കാട്ടോ. ആ സമയത്ത് നമ്മുടെ ആദർശ് തിരിച്ച് വരുന്നുണ്ട്. ആദർശിനോട് നമ്മുടെ നയനെയും നവ്യയും കൂടി പറയുന്നുണ്ട്, അത് ഞങ്ങൾ ഇവൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അത് എന്ത് വാക്കാന്ന് ചോദിക്കുമ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ നന്ദുവിന്റെയും മനിയുടെയും വിവാഹം നടത്താൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഇവരുടെ കൂടെ നിൽക്കുമെന്ന്. ആദർശ് പണ്ടെന്തിനാ നിങ്ങൾ രണ്ടുപേരും മാത്രമാക്കിയത്, ഞാനും ഇവരുടെ കൂടെ ഉണ്ട് എന്ന് പറയാണ്. അങ്ങനെ കൈ കൊടുക്കണം. ആദർശ് പറഞ്ഞിട്ട് ദേ അനി അതുപോലെ തന്നെ നന്ദു, നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കേണ്ടവരാണ്. എത്രയൊക്കെ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. വീട്ടുകാരുടെ സമ്മതമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും വരെ ചിലപ്പോൾ എതിർത്തുന്നിരിക്കും. അതൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ മുന്നേറിക്കൊണ്ടേയിരിക്കണം. നിങ്ങൾ രണ്ടുപേരാണ് ഒന്നിക്കേണ്ടത്. അതുകൊണ്ടല്ലേ വിധി നിങ്ങളെ ഇപ്പൊ ഈ ഒരു അവസ്ഥയെ കൊണ്ട് എത്തിച്ചത് എന്നൊക്കെ പറയാണ്. അങ്ങനെ നമ്മുടെ നന്ദുവിനെയും അനിനെ ഒന്നിപ്പിക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയാണ്. നവീനാണെങ്കിൽ വിവാഹം ഇങ്ങനെ ഉറപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വേണ്ടി ഓടി നടക്കാട്ടോ. വിവാഹത്തിന്റെ സമയത്ത് സർപ്രൈസ് ആയിട്ട് അനിയനെ കൊണ്ട് നന്ദുവിനെ വിവാഹം കഴിപ്പിക്കാന്നാണ് നമ്മുടെ നവീന്റെ ഉദ്ദേശം. പക്ഷേ വിവാഹ പന്തൽ വരെ കാര്യങ്ങളൊന്നും എത്തില്ല. നന്ദുവും അനിയും കൂടി അതിന് മുമ്പ് തന്നെ നയനയുടെയും നവ്യയുടെയും നേതൃത്വത്തിൽ നമ്മുടെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ വിവാഹം കഴിക്കാനാണ് ചാൻസ്. അതിനുശേഷമായിരിക്കും വിവാഹ പന്തൽ വന്നിട്ട് നന്ദു പറയുന്നത് തന്റെ വിവാഹം കഴിഞ്ഞതാണ്, അനിയായിട്ട് കഴിഞ്ഞതാണെന്നുള്ള കാര്യം. പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാവർക്കും ഭയങ്കര ഷോക്കായി പോകും. പക്ഷെ ഈ കാര്യം അറിഞ്ഞാൽ കനകയും ഗോവിന്ദനും ഒരിക്കലും അത് അംഗീകരിക്കില്ല. അത് അംഗീകരിക്കാൻ കുറച്ച് സമയം എടുക്കും. അവരെന്തായാലും അടുത്ത ശത്രുവായിട്ട് കാണാൻ പോണം തന്റെ ഇളയ മോൾ നന്ദുവിനെ തന്നെയായിരിക്കും. പിന്നെ അനന്തപുരി തറവാട്ടിൽ അവരെ കയറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിലും ആർക്കും അങ്ങനെ സപ്പോർട്ടിംഗ് ഒന്നും ആയിരിക്കില്ല. അജയനാണെങ്കിൽ ആകെ പേടിയോ, ഈശ്വര SI ആണ് മരുമകളായിട്ട് വന്നിരിക്കുന്നത്. ഇനി തന്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കോ, ഇനി ഇവള് വലത് കാലം വെച്ചിട്ട് ഈ വീട്ടിൽ കയറി കഴിഞ്ഞു. ഇനിയിപ്പോ തനിക്ക് ഇടത് കാലം വെച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് പടി ഇറങ്ങേണ്ടി വരുമോ? തനിക്ക് മാത്രമല്ല തന്റെ ഭാര്യ ജാനകിക്കും. ജലജ പറയണ്ട് പേടിച്ച പോലെ തന്നെ സംഭവിച്ചല്ലോ. മരുമകളായിട്ട് ഈ വീട്ടിൽ വന്നു. ഇനി നമ്മുടെ പഴയ പല കള്ളത്തരങ്ങളും അവള് കുത്തിപ്പോക്കും എന്ന് പറയുമ്പോഴേക്കും നീ ഇങ്ങനെ പേടിപ്പിക്കല്ലേ എന്ന് അജയനും ജാനകിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നന്ദുവും കൂടി അനന്തപുരിയിലേക്ക് വന്നിട്ടാണ് ഈ സത്യങ്ങളെല്ലാം തന്നെ കണ്ടുപിടിക്കുന്നത് കേട്ടോ. അതിന്റെ പുറമെ നമ്മുടെ അബിയുടെയും അതുപോലെ തന്നെ പല കാര്യങ്ങളും നവ്യം തുറന്നു പറയണ്ട. അബി ഒരു ചതിയനാണല്ലോ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ നവ്യ അബീനെ ചവിട്ടി പുറത്താക്കാൻ പോകുന്ന ഭാഗം ആ ഒരു സമയത്ത് തന്നെയായിരിക്കും. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. നല്ല നല്ല എപ്പിസോഡ്സിന് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.